ദരിയാഗഞ്ച് എന്നൊരു മനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ എല്ലാരും അവരുടെ ജീവിതം കൃഷി പിന്നെ ചെറിയ ചെറിയ വ്യാപാരം ചെയ്ത് ജീവിച്ചു വന്നു. ചിലർ പാനിപൂരി വിൽക്കുന്ന കട വെച്ചിട്ടുണ്ട്. മറ്റു ചില പേർ കപ്പലണ്ടി വിറ്റ് തങ്ങളുടെ ജീവിതം നടത്തി വന്നു. പക്ഷേ നാരായൺ ദാസ് അദ്ദേഹത്തിന്റെ ഭാര്യ സീത പിന്നെ തന്റെ അമ്മ സുഷ്മാദേവി അമ്മയോടൊപ്പം ജീവിച്ചു വന്നു. സുഷ്മാദേവി എന്നവർ കഴിഞ്ഞ 30 വർഷങ്ങളായി മൗനവ്രതം ഇരിക്കുകയായിരുന്നു. നാരായൺ ദാസ് മരജോലി ചെയ്യുന്നതിൽ വളരെ മഹത്വനാണ്. അദ്ദേഹം ആ ഗ്രാമത്തിൽ വെച്ച് ഏറ്റവും മികച്ച മരജോലിക്കാരനാണ്. എന്റെ അമ്മാവിന്റെ വീട്ടിൽ നിങ്ങളോട് ഒരേ ഒരു കതക് ചെയ്താണ് ചോദിച്ചത്. പക്ഷെ നിങ്ങൾ ദിവസം മുഴുവൻ പ്രശ്നമുണ്ടാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കൊരു കതക് ചെയ്ത് തരാൻ സാധിക്കുന്നില്ല. ഞാൻ ഠാക്കൂർ രുദ്രപ് സാറിന്റെ കുറെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ എങ്ങനെ വേറെ ജോലി നോക്കാൻ പറ്റുക? നിനക്ക് തന്നെ നന്നായിട്ട് അറിയാലോ, ഈ ഗ്രാമത്തിൽ അയാളുടെ ജോലിയാണ് കുറെ പോയിക്കൊണ്ടിരിക്കുന്നത്. രുദ്രപ്രതാപ് ആ ഗ്രാമത്തിന്റെ തലവനായിരുന്നു. ആ ഗ്രാമത്തിൽ എല്ലാരും അദ്ദേഹത്തോട് വളരെ മര്യാദ വെച്ചിരുന്നു. അത് അദ്ദേഹം തനിക്ക് അനുയോജ്യമായി ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം തന്റെ ജോലി ആദ്യം ചെയ്തു തീർക്കും. എന്നിട്ട് ആ ജോലിക്കുണ്ടായ കൂലി വളരെ കുറച്ചാണ് നൽകുന്നത്. ഈ അരി നിങ്ങൾ എത്ര രൂപയ്ക്കാണ് തരിക? ഠാക്കൂർ സാർ, നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. അരിക്ക് കിലോ 50 രൂപയാണ്. ബാക്കിയൊക്കെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ തന്നെ വായിച്ചോളൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് 2 മൂട്ട അരിയും പിന്നെ പരിപ്പ് അയച്ചേക്ക്. കാശ് വന്നിട്ട് നോട്ടിൽ എഴുതി വെച്ചോളൂ. മുതലാളി, കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങളുടെ പൈസ ഇന്നും ബാക്കി തന്നിട്ടില്ല. അത് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപയോഗം ഉണ്ടാവും. പണം തരണമെന്ന് പറഞ്ഞു കേട്ടതും തന്നെ രുദ്രപ്രസാദിന് ദേഷ്യം വന്നു. പിന്നെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ വെച്ച് എന്റെ അടുത്ത് നീ പണം ചോദിച്ചിട്ടുണ്ടാവും. നീ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കട നടത്തുന്നത്. എനിക്കെന്നെ നന്നായിട്ട് അറിഞ്ഞേക്കാം. ഈ കട നടത്താൻ വേണ്ടി നിന്റെ അടുത്ത് ഒരു ലൈസൻസും ഇല്ല. അത് അറിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് തന്നെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ ചെയ്ത് തെറ്റാണ്. ദയവായിട്ട് എന്റെ കടയിലൊന്നും നിങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. നിങ്ങൾ എനിക്ക് ഒരു പൈസയും തരണ്ട. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇത് കണ്ടു നിന്നു. പക്ഷെ ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രുദ്രപ്രസാദ് തന്റെ മുഖത്തെ ആ കള്ളത്തരമായ ചിരിയോടുകൂടി അവിടെ നിന്നും പോയി. നാരായണൻ ദാസ് ആ കടക്കാരനോട് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, നീ ഒന്നും വിഷമിക്കണ്ട, എല്ലാം അങ്ങ് ശരിയായിക്കോളും. വാ, നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചോളൂ. നിനക്ക് നടന്നത് വലിയൊരു കഷ്ടമാണ്. നാരായണൻ ദാസ് ആ കടക്കാരന്റെ കട അടുക്കി വെക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. പിന്നെ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആഹാരം നൽകി. അപ്പോൾ കടക്കാരൻ എന്തു പറഞ്ഞെന്നാൽ, ഗ്രാമത്തിലുള്ളവരെല്ലാരും കണ്ടു നോക്കിയായിരുന്നു, പക്ഷെ നീ മാത്രമാണ് എന്നെ സഹായിച്ചത്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഞാൻ ഈ കാര്യം എന്റെ മനസ്സിൽ മറക്കേയില്ല. ഇതിനെന്തിനാ എന്നോട് നന്ദിയൊക്കെ പറയുന്നത്? ഇതിന്റെ കടമയല്ലേ? നാരായണൻ ദാസിന്റെ ഈ നല്ല സ്വഭാവം കാരണം ഗ്രാമം മൊത്തം അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇക്കാര്യം രുദ്രപ്രസാദിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ നാരായണദാസിനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്റെ അടുത്ത് ഇത്രയും പണവും സെല്ലും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് ഈ ഗ്രാമത്തിൽ ഒരു മര്യാദ പോലും ഇല്ല. പക്ഷേ ആ ഒന്നുമില്ലാത്തവൻ, അവനെ കണ്ടില്ലേ? മൊത്തം ഗ്രാമവും അവന് മര്യാദ കൊടുക്കുകയാണ്. അതേ മുതലാളി, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും നാരായണദാസിനെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഇന്നലെ ആ കടക്കാരൻ 1 മാസത്തിന് ആവശ്യമായ സാധനങ്ങൾ അദ്ദേഹത്തിന് നൽകി. അതിന്റെ കാശ് അദ്ദേഹത്തിൽ നിന്നും വാങ്ങിയില്ല. നീ ഇതുപോലെ എന്തെങ്കിലും പിച്ചും പോയി സംസാരിക്കുകയാണോ? അല്ലെങ്കിൽ വല്ല ഐഡിയ തരാൻ പറ്റുമോ? ഞാൻ തന്നെ വെറുതെ വീട് ശുദ്ധം ചെയ്യാൻ മാത്രമല്ല വെച്ചിരിക്കുന്നത്. മുതലാളി, ഇതിനൊരേ ഒരു വഴിയാണുള്ളത്. നാരായണൻ ദാസ് നിങ്ങൾ പറയുന്ന വാക്കുവെച്ചാണ് മരം വെട്ടാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ആ മരത്തിന്റെ കാശ് വാങ്ങാതെ അദ്ദേഹം ചെയ്യുന്ന സാധനം വാങ്ങുന്നു. നിങ്ങൾ ആ മരത്തിനുള്ള കാശും അദ്ദേഹത്തിൽ നിന്നും വാങ്ങിയാൽ പിന്നെ അദ്ദേഹം ഒരിക്കലും ഗുണം പിടിക്കില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ അതേപോലെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം എന്തുണ്ടാകാൻ? തലവൻ രുദ്രപ്രസാദ് അതുപോലെ ചെയ്തു. നാരായണൻ ദാസ് തന്റെ തോട്ടത്തിലേക്ക് ചെല്ലുന്നത് അദ്ദേഹം തടുത്തു നിർത്തി. ഇനി തൊട്ട് ഈ മരങ്ങൾക്ക് നീ എനിക്ക് കാശ് തന്നേ പറ്റുള്ളൂ. കാരണം ഈ സ്ഥലം എന്റേതാണ്. പക്ഷെ മുതലാളി, ഞാൻ നിങ്ങൾക്ക് മരത്തിന്റെ കതവുകൾ, ജന്നൽ, സോഫ, ബെഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കുകയല്ലേ. ചില മരങ്ങൾക്ക് പകരം എന്റെ അടുത്ത് നിങ്ങൾ കുറെ വാങ്ങുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ അത് വിട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് നീ പ്രശ്നം ഉണ്ടാക്കുകയാണോ?
ഈ സ്ഥലത്ത് നിന്ന് കടക്ക് പുറത്ത്. ഇനി വീണ്ടും തിരിച്ചിങ്ങോട്ട് വരണ്ട നീ. ഈ ഗ്രാമത്തിൽ നിന്നെ ഇനി ആര് സഹായിക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ പോലെ മരം വെട്ടുന്നവരെ എനിക്ക് കുറെ കിട്ടാറുണ്ട്, കേട്ടോടാ നീ. നാരായണൻ ദാസ് തന്റെ കണ്ണിൽ കണ്ണുനീരോടുകൂടി ആ സ്ഥലത്തു നിന്നും വന്നു തന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്റെ ഭാര്യ സീതയോട് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, പ്രഭു ശ്രീരാമൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ, ഈ ദൈവത്തിന്റെ പേര് എപ്പോഴും ഇവിടെ നിങ്ങൾ പറയല്ലേ. പ്രഭു രാമനെ ഞാൻ വഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ അമ്മേനെ ഇവിടുന്ന് വിട്ട് ദൂരെ വിലകിപ്പോയി. അവരിപ്പോഴും മൗനവ്രതത്തിലാണ് ഉള്ളത്. കടന്ന് 30 വർഷമായിട്ട് അവർ സംസാരിക്കാൻ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ശാന്തമായിരിക്കൂ, ഇത് അവരുടെ ഭക്തിയാണ്. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല. നമ്മൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു വഴി ചെയ്തേ പറ്റൂ. നാരായണൻ ദാസ് കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ആ സ്ഥലത്ത് സുഷ്മാദേവി തന്റെ ചെടിക്ക് വെള്ളമൊഴിച്ച് അതിന് പൂജ ചെയ്യുകയായിരുന്നു. ആ തുളസി ചെടിക്ക്. അമ്മേ, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഈ പൂജ ചെയ്യുന്ന നിങ്ങളൊന്ന് നിർത്തൂ. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ആവശ്യമില്ലാതെ ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നാരായണൻ ദാസ് ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നെ കാട്ടിലെ മൃഗങ്ങൾ ഉണ്ടായിരുന്ന കാട്ടിനെ നോക്കി അദ്ദേഹം ചെന്നു. മറ്റുള്ളവരുടെ സ്ഥലത്തിലുള്ള മരമല്ലേ എനിക്ക് വെട്ടാൻ പറ്റാത്തത്. ഈ കാട്ടിൽ ആർക്കാ അധികാരമുള്ളത്? ഇനി മുതൽ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് മരം വെട്ടാൻ പോകുന്നത്. പിന്നെ എന്റെ വീട്ടിലേക്ക് ഞാൻ പോകും. നാരായണൻ ദാസ് അതുവഴി പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഒരു സിംഹം ഗർജിക്കുന്ന ശബ്ദം കേട്ടത്. അതുകൊണ്ട് നാരായണൻ ദാസ് ഒരുപാട് പേടിച്ചുപോയി. പിന്നീട് അവിടെ നിന്നും മരങ്ങളുള്ള സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴാണ് നാരായണൻ ദാസിന്റെ കണ്ണുകളിൽ ഒരു ചന്ദന മരമുള്ള കാട് കണ്ടത്. അവിടെ എല്ലാ വശത്തും ചന്ദന മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത് ഞാൻ എന്താ കണ്ടോണ്ടിരിക്കുന്നത്? എവിടെ നോക്കിയാലും ചന്ദന മരമാണല്ലോ നിൽക്കുന്നത്. അപ്പോഴാണ് നാരായണൻ ദാസിന്റെ ശ്രദ്ധയിൽ ഒരു കുരങ്ങ് കണ്ടത്. നാരായണൻ ദാസ് നോക്കിയപ്പോൾ ആ കുരങ്ങിന് മുറിവുണ്ടായിരുന്നു. നാരായണൻ ദാസ് ഉടനെ ആ കുരങ്ങിന്റെ കാലിൽ കെട്ടിവെച്ചു. ഇത് തീർച്ചയായിട്ടും ഏതെങ്കിലും മരത്തിൽ നിന്ന് വീണിട്ടാണ് ഇങ്ങനെ മുറിവ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇത് വല്ലാതെ വിഷമത്തോടെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ കുറച്ചു നേരത്തിൽ ശരിയാവും. നാരായണൻ ദാസ് ഇത് നോക്കി അങ്ങനെ പറഞ്ഞതും തന്നെ ആകാശത്തു നിന്നും ഒരു അത്ഭുതമായ പ്രകാശം ആ കുരങ്ങിന്റെ കാലിൽ വന്നു കൊണ്ടു. പിന്നെ ആ കുരങ്ങ് ഉടൻ തന്നെ നല്ല രീതിയിൽ മാറി. പിന്നെ നാരായണൻ ദാസിനോട് എന്തു പറഞ്ഞെന്നാൽ, എങ്ങനെയുണ്ട് നാരായണദാസ്? നീ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് എനിക്ക് നീ വലിയൊരു സഹായമാണ് ചെയ്തിരിക്കുന്നത്. നിന്നെ കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്? കൊരങ്ങ് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അത് നടക്കില്ല. പേടിക്കണ്ട, നീ പേടിക്കണ്ട, നീ ഒന്നും വിഷമിക്കണ്ട. ഞാൻ നിനക്ക് ബജരംഗി ബലി ശക്തിയാണ് തരാൻ പോകുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ നിന്നെ ആരാണ് എങ്ങനെ മുറിവ് ഏർപ്പെടുത്തത്? നിന്റെ കാലിൽ മുറിവ് എങ്ങനെയാ വന്നത്? ഞാൻ ചന്ദനമരത്തിലിരുന്നിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു നാഗം, അതായത് ഒരു പാമ്പ് എന്റെ കാലിലൊന്ന് കടിച്ചിട്ട് പോയി. പിന്നെ ഞാനൊരു സാധാരണ കുരങ്ങല്ല, മായ കുരങ്ങാണ്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വരം തരാൻ പോവുകയാണ്. എന്ത് വരാണ്? നിനക്ക് ഈ ചന്ദന മരത്തിലെടുത്ത് ഈ കാട്ടിൽ എത്ര അമ്പലം വേണമെങ്കിൽ നിനക്ക് കെട്ടാൻ പറ്റും. ചെറിയ ചെറിയ മരങ്ങൾ വെച്ചിട്ട് രാമരമ്പലം കെട്ടു നീ. അദ്ദേഹത്തിന്റെ മനസ്സ് സന്തോഷപ്പെട്ടാൽ ഈ ചെറിയ അമ്പലം നിന്റെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ അത് വലുതായിട്ട് കാണാൻ പറ്റും. നിന്റെ കല അത്ഭുതമാണ്. പിന്നെ ശ്രീരാമൻ അയോധ്യയിൽ വരാൻ പോവുകയാണ്. നീ അദ്ദേഹത്തിന് ദർശനം ചെയ്യാൻ വേണ്ടി നീയും നിന്റെ കുടുംബവും നീ അങ്ങോട്ട് പോകണം. പിന്നെ നിന്റെ അമ്മയ്ക്ക് ശരിയാവുള്ള കാരണം ഇത് തന്നെയായിരിക്കും. തഥാസ്തു. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുരങ്ങ് കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി. അടുത്ത ദിവസം മുതൽ നാരായണൻ ദാസ് അദ്ദേഹം ആ കാട്ടിലെ ചന്ദനമരങ്ങൾ വെട്ടി ആ ചന്ദനമരം കൊണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് അദ്ദേഹം ജനങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങി. വരൂ വരൂ, ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ അമ്പലം വാങ്ങിട്ട് പോവൂ. ഭംഗിയുള്ള ചെറിയ അമ്പലമാണ്. നിങ്ങളുടെ വീട്ടിൽ തോട്ടത്തിൽ വെക്കൂ, പിന്നെ പുണ്യം സമ്പാദിക്കൂ. വരൂ വരൂ. ചേടാ നാരായണദാസ്, നീ എപ്പോ തൊട്ടാ ഇതൊക്കെ തുടങ്ങിയത്? നിനക്ക് ആ ദൈവത്തിന്റെ മേലെ വിശ്വാസമേ ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ എന്താണ്? ഇപ്പൊ ഞാൻ മാറി ചേട്ടാ. ഇപ്പോൾ ആ ഗ്രാമം മൊത്തം നാരായണൻ ദാസിൽ നിന്നും വളരെ കുറഞ്ഞ വിലയിൽ ശ്രീരാമന്റെ ക്ഷേത്രം വാങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ, പിന്നെ വ്യാപാരികൾ എല്ലാവരും നാരായണൻ ദാസ് ചെയ്തു വച്ചിരിക്കുന്ന മരത്തിൽ ചെയ്ത ആ ശില്പങ്ങൾ വാങ്ങാൻ തുടങ്ങി. എല്ലാരും ആ ക്ഷേത്രം തന്റെ വീടിന്റെ അടുക്കള വശത്ത് വെച്ചു. ഗ്രാമത്തിലെ ജനങ്ങളുടെ വടക്കുവശത്ത്
ഒരു ഭംഗിയുള്ള രാമന്റെ ക്ഷേത്രം ഉണ്ടാക്കപ്പെട്ടു. എല്ലാരും രാമനെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം രാമനെ പുകഴ്ത്തി പ്രാർത്ഥന ചെയ്തു, പൂജ ചെയ്തു. ഇപ്പോൾ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോട് ഇത്രത്തോളം മര്യാദ ഇല്ലാതെ പോയി മുതലാളി. ഗ്രാമത്തിലെ പട്ടികൾ പോലും നിങ്ങളോട് ഒരു ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കുന്നില്ല. എനിക്ക് മര്യാദ അല്ലാതെ കൊണ്ട് നിന്നെ പോലുള്ള ജോലിക്കാരി എന്നെ കളിയാക്കാൻ നീ തുടങ്ങിയിട്ടുണ്ടോടി? ഞാനും പോയി നോക്കട്ടെ ആ അമ്പലത്തിൽ അങ്ങനെ എന്താണുള്ളതെന്ന്. പോയി അവൻ്റെ അടുത്ത് പോയി ഇതുപോലെ ഒരു അമ്പലം ഒന്ന് വാങ്ങിട്ട് വന്നേക്ക്. ഞാൻ എൻ്റെ തോട്ടത്തിൽ ആ ചന്ദന അമ്പലം ഒന്ന് വെച്ച് നോക്കട്ടെ. രുദ്രപ്രസാദ് മുതലാളിയുടെ ജോലിക്കാരി നാരായണൻ ദാസിന്റെ അടുത്തേക്ക് ചെന്ന് ശ്രീരാമന്റെ ചന്ദന മരത്തിലുള്ള ക്ഷേത്രം വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ആ ക്ഷേത്രം രുദ്രപ്രസാദിന്റെ വടക്ക് വശത്ത് കൊണ്ടുപോയി വെച്ചു. എല്ലാരും ഈ അമ്പലത്തിൽ എന്തോ അത്ഭുതമുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും സംഭവിച്ചില്ലല്ലോ. തൂക്കിയിട്ടേക്കത്. ആ ചന്ദനമര ക്ഷേത്രത്തിൽ നിന്നും ഒരുപാട് പാമ്പുകൾ പുറത്തേക്ക് വന്നു. പിന്നെ ടാഗോർ രുദ്രപ്രതാപിനെ തുരത്താൻ തുടങ്ങി. അത് കണ്ടിട്ട് അവർ രണ്ടുപേരും പേടിച്ചു ഓടിക്കളഞ്ഞു. ഓടിക്കോ 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 മുതലാളി, ഓടിക്കോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇനി മുതൽ ഞാൻ ഗ്രാമത്തിലുള്ളവരാരും ഞാൻ ശല്യം ചെയ്യാൻ പോകുന്നേ ഇല്ല. രുദ്രപ്രതാപ് എപ്പോൾ മാപ്പ് ചോദിച്ചോ അദ്ദേഹത്തെ തുരത്തിക്കൊണ്ടുവന്നിരുന്ന പാമ്പുകളൊക്കെ അവിടെ നിന്നും പോയി. അപ്പോഴാണ് ഒരു പോസ്റ്റ്മാൻ നാരായണൻ ദാസിന്റെ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പത്രമുണ്ടായിരുന്നു. നാരായണദാസ്, നിനക്ക് വളരെ നല്ലൊരു ചെയ്തിയാണ് വന്നിരിക്കുന്നത്. നീ ചന്ദനമരം കൊണ്ട് ഈ അത്ഭുതം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് അയോധ്യയിൽ ശ്രീരാമരമ്പൽ തുറക്കാൻ വേണ്ടി നിന്നെ അയച്ചിട്ടുണ്ട്. എന്റെ പൊന്നു, ആ മായാവി കുരങ്ങ് പറഞ്ഞത് ശരിക്കും സത്യമാണല്ലോ. ഈ പത്രത്തിൽ നിന്റെ അമ്മേനെയും വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ അമ്പലം തുറക്കാൻ വേണ്ടി നിന്റെ അമ്മ 30 വർഷമാണ് കാത്തിരുന്നത്. നാരായണൻ ദാസ് തന്റെ അമ്മ സുഷ്മ ദേവിയോടൊപ്പം അയോധ്യയിൽ ശ്രീരാമന്റെ ക്ഷേത്രം തുറപ്പ് വിളക്കി ചെന്നു. ശ്രീരാമന്റെ ദർശനം കിട്ടിയപ്പോൾ സുഷ്മ ദേവി അവരുടെ മൗനവ്രതം അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സീതാറാം, ജയ ജയ ശ്രീ സീതാറാം, ജയ ജയ രാമ ശ്രീ ജയ ജയ രാമ സീതാറാം, രാമ രാമ ശ്രീ രാജാറാം, രാമ സീതാറാം. അമ്മേ, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയുണ്ടാന്ന് വെച്ചാൽ, സൂര്യ വെളിച്ചം വന്നിട്ട് കാഞ്ഞ ചെടീന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ അതിന് കിട്ടുന്ന പോലെയാണ് കിട്ടിയത്. ഇപ്പോഴാ രാമരുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് നിങ്ങൾ വീണ്ടും എന്റെ കയ്യിൽ കിട്ടിയത്. ജയ് ശ്രീറാം, ജയ് ജയ് ശ്രീറാം. തന്റെ അമ്മയുടെ ഭക്തി കണ്ട് നാരായണൻ ദാസ് വളരെ സന്തോഷത്തിൽ കരയാൻ തുടങ്ങി. ശ്രീരാമന്റെ ആ ദൈവിക ദർശനം കാരണം എല്ലാരും അവിടെ ഭക്തി പരവശരായി. പിന്നെ ശ്രീരാമന്റെ നാമം ജപിക്കാൻ തുടങ്ങി. നാരായണൻ ദാസും തന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് തന്റെ ജീവിതം വളരെ നന്നായി ജീവിക്കാൻ തുടങ്ങി.